വിവാദങ്ങളെപ്പറ്റി നിങ്ങളിലേക്കൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. ഞാനതൊന്ന് പറഞ്ഞോട്ടെ. മറ്റൊന്നുമില്ല, നായരെയോ നിങ്ങളൊന്ന് ആലോചിക്കണം. സുകുമാരൻ നായർ അദ്ദേഹം ഒരു നിഷ്കളങ്കൻ, നിസ്വാർത്ഥൻ, മാന്യമാണ്. കാരണം മറ്റൊന്നുമല്ല, എനിക്കറിയാമല്ലോ, ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്ത് കണയന്നൂർ യൂണിയൻകാർ നടത്തിയ നൃത്താവിഷ്കാരത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഐക്യം ഉണ്ടാകുമെന്നും ഈ പാവം പിടിച്ച ഈ സമുദായത്തിൽ നിങ്ങൾ എന്തിനു പോലും വേറെ എന്തെല്ലാം വാക്കുകളാണ്, വേറെ എവിടെയെങ്കിലും പോകാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഞാൻ വിഷയത്തിൽ കഴിഞ്ഞു. കാരണം വിഷയം മാറാൻ ലൈവായിരിക്കുന്ന ഒരു വിഷയം മനസ്സിലാക്കാൻ എത്രയോ വിദേശ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കണ്ടുപഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാരണഭൂതരായത് സമുദായ അംഗങ്ങളുടെ പിൻബലവും നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ അത് നമ്മുടെ സമുദായത്തിൽ കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇതിൻ്റെ ഭാഗങ്ങളിൽ ഞാൻ സമർപ്പിക്കും. അതേപോലെ ഒരു വിവാദങ്ങൾ എന്നും എൻ്റെ തുടങ്ങുന്നതാണ്. ചുമ്മാ ഇരുന്നാൽ വിവാദങ്ങൾ വേദാളങ്ങളായി എൻ്റെ തുടങ്ങി. പക്ഷെ ഏത് തുടങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ അതെനിക്കൊരു പൂമാലയായി മാറും. അതാണ് കാണുന്നത്. അത് നിങ്ങളെല്ലാം പ്രാർത്ഥന, ഗുരുവിൻ്റെ അനുഗ്രഹം. ഇതിനൊന്ന് ആലോചിക്കുക, എന്തെല്ലാം പറഞ്ഞു ഇപ്പൊ എന്നെ അകത്താക്കും. കുറെ എഴുതി ചില ചാനലാണെന്നുണ്ടെങ്കിൽ എന്റെ ചോരയ്ക്ക് കുടിക്കുന്ന ചാനലാണ്. എന്നെ വിളിച്ചത് യൂട്യൂബാണ്. അതേപോലെ എന്നെ വിളിച്ച് അഭ്യർത്ഥിക്കായിരുന്നു. അപ്പോ നമ്മളെല്ലാം ഒരു മുസ്ലിം വിരോധികളാക്കി എടുത്തു നിർത്തിക്കൊണ്ട് ചിലർക്കെല്ലാം രാഷ്ട്രത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇന്ന് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തകളും ഭാവനകളും പ്രവർത്തിയും നിങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകണമെന്ന് അപേക്ഷയോടുകൂടി നിങ്ങൾ നൽകിയ മുസ്ലിമായ സ്നേഹനിർഭമായ ഹൃദയത്തിൽ നിന്ന് നൽകിയ സ്വീകരണങ്ങൾക്കെല്ലാം ഔപചാരിക പേരിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.